എല്ലാരും ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ. ഇതിന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണോ നീ വർഷങ്ങളായി മേശപ്പുറത്ത് ഒട്ടിച്ച് വെച്ചേക്കുന്നത്? വല്ല മരത്തിലും കൊണ്ടൊട്ടിയാറോ? എന്തൊരു അഹങ്കാരം. ചേർന്ന് നിന്നോളൂ, അടുത്ത് നിന്നോളൂ. ഓക്കെ, റെഡി, സ്മൈൽ. എടാ, അവൾക്ക് ഇനി എന്നെ ഓർമ്മയില്ലാണ്ടായിരിക്കൂ. പണ്ട് കുഞ്ഞിലെപ്പോഴോ കണ്ടല്ലേ. എന്നാ ഒരു കാര്യം ചെയ്യും, നീ ആ പഴയ പാവയും കെട്ടിപ്പിടിച്ച് അവളെടുത്ത് ചെന്ന് നോക്ക്, ഓർമ്മയുണ്ട്? എടാ, നിനക്കൊരു കാര്യം ചെയ്യാൻ പറ്റൂ? എന്ത്? അപ്പൊ ഇന്നലെ പറഞ്ഞ പോലെ ഇന്ന് ക്ലാസ് ഇല്ല. നമുക്ക് ഇവിടുന്ന് പരിചയപ്പെട്ട് തുടങ്ങിയാലോ? ഇത് കഴിയുമ്പോ ഒന്ന് ചോദിക്കും. പറ്റൂല. എന്റെ പേര് അനുപമ. മിസ് അനുപമ. അനുപമയ്ക്ക് എന്താണ് നാട്ടിൽ ഫ്രണ്ട്സ് ഇല്ലാത്തത്? ഏതോലാണത്? വല്ല ചോദ്യം ഉണ്ടെങ്കിൽ അവസാനം ചോദിക്കണം. ഈ ചോദ്യം ചോദിക്കലൊക്കെ ക്ലാസ് തുടങ്ങുമ്പോഴും കാണണം. നീ ഇതിന് ബാക്കി കഥകളിൽ റൂട്ടുണ്ട്. എന്റെ പേര് അനുപമ, അനുപമ സോമൻ. പഠിച്ചത് വളർന്നതൊക്കെ ബോംബെയിലാണ്, ദാദർ. സെന്റ് മേരീസ് സ്കൂളിലായിരുന്നു 10th വരെ. പ്രീ ഡിഗ്രി സെന്റ് സേവിയേഴ്സിൽ. അച്ഛൻ HP-യിൽ ഏരിയ സൂപ്പർവൈസർ ആയിരുന്നു. മം ഇസ് എ ഹൗസ് വൈഫ്. അവിടുത്തെ ഫാസ്റ്റായിട്ടുള്ള ജീവിതം മടുത്തും പിന്നെ എൻ്റെ പഠിത്തമെല്ലാം കണക്കിലെടുത്തും അച്ഛൻ VRS എടുത്ത് എന്നെ അമ്മയും കൂട്ടി നാട്ടിലോട്ട് വന്നു. സഹോദരങ്ങളൊന്നുമില്ല. ഒരു കസിൻ ബ്രദർ ഉണ്ട്. ആളൊരു കോപ്പറേറ്റീവ് ബാങ്കിലാണ്. പിന്നെ എന്താ, പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ ആദ്യം ആരോ ചോദിച്ചതിന് മറുപടി. ഞാൻ ജനിച്ചതൊക്കെ ഇവിടെ തന്നെയാണ്. ഞങ്ങൾ തറവാട് ചേർത്തലയിലും. 9 വയസ്സായപ്പോഴേക്കും അച്ഛന് ബോംബെക്ക് ട്രാൻസ്ഫറായി. എൻ്റെ ഓർമ്മകൾ കൂടുതലും അവിടെയാണ്. പിന്നെ സുഹൃത്തുക്കൾ. അച്ഛനൊരുപാട് സുഹൃത്തുക്കളുണ്ട്. എനിക്കങ്ങനെ ഇവിടെ സുഹൃത്തുക്കളൊന്നുമില്ല. എന്ന് വെച്ചാൽ ആരും ഇല്ല എന്നല്ല, എല്ലാവർക്കും ഉള്ള പോലെ വളരെ അടുത്ത് 1-2 പേര്. നമുക്ക് ഈ ബൈക്ക് ഒന്ന് ബോംബെയിൽ എത്തിച്ചേരണമല്ലോ. റെയിൽവേയുടെ പാഴ്സൽ സർവീസ് ഉണ്ടല്ലോ, കൊണ്ടുപോവാ അല്ലേ? കൊണ്ടുപോവാ. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു തരണേ. പിന്നെന്താ വിച്ചു, അങ്കിളെങ്ങോട്ടാ പോന്നെ? നിന്നെ ഒന്ന് കാണണമെന്നോർത്തിരിക്കുമായിരുന്നു. ഞങ്ങൾ ബോംബെക്ക് പോവാടാ. അങ്കിളിന് അവിടെ ഒരു ജോലി കിട്ടി. അപ്പോൾ ഇനി അവധിയാകുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് വരണം കേട്ടോ. നീ വിഷമിക്കണ്ട. അനു ഇവിടെ ഉണ്ട്, കളിച്ചോ. മോളെ അനു, ദേ വിച്ചു വന്നിരിക്കുന്നു.